ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അമ്മ. അതിനായിട്ട് ചിക്കനും റൈസും ഒക്കെ പകുതി വേവിച്ചേ. ദം സ്റ്റൈലിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പാതി വെന്ത ചിക്കനിലേക്ക് നമ്മൾ പകുതി വേവിച്ച റൈസും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേളിലേക്ക് ഒരു ഭംഗിക്കായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലല്ലേ ബിരിയാണി കംപ്ലീറ്റ് ആവൂ. അതിനുശേഷം കുക്കർ മൂടി വെച്ചേ. പിന്നെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പപ്പടവും സാലഡും മുട്ടയും എല്ലാം റെഡിയാക്കിയേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി റെഡിയായേ. കുക്കറിൻ്റെ അടുപ്പങ്ങോട്ട് തുറന്നപ്പോഴത്തേനും ബിരിയാണിയുടെ നല്ല മണം വരുന്നുണ്ടായിരുന്നേ. അമ്മ അത് പതുക്കെ ഇളക്കി എടുത്തപ്പോഴത്തേനും ഇതാ കോഴിക്കാലൊക്കെ മുന്നിലോട്ട് വന്നേ. അല്ലെങ്കിൽ കോഴിക്കാലില്ലാതെ എന്ത് ബിരിയാണിയല്ലേ. കൂട്ടത്തിൽ ഏറ്റവും ഫ്രഷ് ഉള്ള കാലം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും ചെറു ചൂടോടെ പാത്രത്തിലേക്ക് വിളമ്പിയേ. ബിരിയാണിയും പപ്പടവും സാലഡും മുട്ടയും. ബിരിയാണി കണ്ട ആക്രാന്തത്തിൽ അച്ചാർ എടുക്കാൻ മറന്നുപോയിട്ടോ. നല്ല നാരങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നേ. ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന നാരങ്ങാച്ചാറുണ്ടല്ലോ, അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ എടുക്കാൻ മറന്നു. ലാസ്റ്റ് ചിക്കനും മുട്ടയും പപ്പടവും സാലഡും എല്ലാം കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു.